എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ പനി, ജലദോഷം തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമുക്കുണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഔഷധം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഔഷധം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊന്ന് ചീകിയെടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ മതിയാകും. പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കിയിരുന്ന ചുക്ക് കാപ്പിയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് 1/2 കപ്പ് അളവിൽ വെള്ളം എടുത്ത് ചൂടാക്കാനായിട്ട് വയ്ക്കാം. 250 ml അളവിൻ്റെ കപ്പിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കരിപ്പെട്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. കരിപ്പെട്ടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കരിപ്പെട്ടി എല്ലാം നല്ലതുപോലെ ഉരുകി അലിഞ്ഞ് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കാം. ഒരുപാട് തുളസിയില ആവശ്യമില്ല, ഒരു 7-8 കതിർപ്പ് തുളസിയില മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കറുവേപ്പട്ടയും കുറച്ച് ഗ്രാമ്പൂ, ഒരല്പം ഗ്രാമ്പൂവും കൂടി ചതച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് കൊണ്ട് ഈ കാപ്പിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് അല്പം ഓമം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പോലെ ഇരിക്കും ഇത്. അപ്പോൾ ഈ ഓമം എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉലുവ ചേർക്കരുത്, 1 നുള്ളു ഉലുവ മതിയാകും. ഇനി അല്പം ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. അതിനുശേഷം കുറച്ച് മല്ലി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലി ചതച്ചതോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് സമയം കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ ഒന്ന് മിക്സായി കിട്ടണം. അതുവരെ ഇതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തത് ഏകദേശം 1 കപ്പ് അളവിൽ കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതുകൊണ്ട് കുറച്ചധികം സമയം ഇരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം. കാരണം നല്ല ചൂടോടെ വേണം ഇത് കുടിക്കാനായിട്ട്. പനി, തൊണ്ടവേദന, ജലദോഷം ഇതിനൊക്കെ നല്ലൊരു മരുന്നാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പനി, ജലദോഷമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ മലയാളികളുടെ ഒരു ഒറ്റമൂലിയാണ് ഈ ചുക്ക് കാപ്പി. എന്നാൽ ഞാനിത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി.